കാർമേഘത്തിന്റെ ധർമ്മം ജലത്തിലും മഴയിലും പരിമിതമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രായേല്യരെ മരുപ്പറമ്പിൽ ആദരിച്ചപ്പോൾ അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പലതാണ്. അതിൽ അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ വിഷയമാണ് വദല്ലൽന അലൈക്കുമുൽ ഗമാമ വഅൻസൽന അലൈക്കുമുൽ മന്ന വസ്സൽവ എന്ന്. ആ മരുപ്പറമ്പിന്റെ വിജനതയിൽ തലക്ക് മുകളിൽ ശൂന്യാകാശം, താഴെ മരുഭൂമി എന്ന നിലയിൽ കഴിയുമ്പോൾ കാർമുകിലിനെ നിയോഗിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രായേല്യർക്ക് തണൽ വിരിച്ചത്, അവർക്ക് മേൽക്കൂര ഒരുക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വദല്ലൽന അലൈക്കുമുൽ ഗമാം. ഗമാം എന്നാൽ ഇവിടെ അർത്ഥമാക്കുന്നത് കാർമേഘത്തെയാണ്. കാർമേഘത്തിന് ഖസഅത്ത് എന്ന പ്രയോഗം ഹദീസിൽ വന്നത് നമ്മൾ മുമ്പ് കാറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായിട്ടുണ്ട്. മഴയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് കൈകൾ ഉയർത്തിയപ്പോൾ അനസ് റളിയല്ലാഹു തആല പറഞ്ഞില്ലേ, മാ നറാ ഫിസ് സമാഇ ഖസഅതൻ, ആകാശത്തിൽ ഞങ്ങൾ ഒരു ഖസഅയെയും കണ്ടില്ല എന്നാണ്. ഖസഅ എന്ന് പറഞ്ഞാൽ കാർമേഘം. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തി ദുആ ചെയ്യേണ്ട താമസം ഹത്ത സാറ സഹാബു അംസാലൽ ജിബാൽ എന്നാണ്. കാർമേഘങ്ങൾ പർവ്വതങ്ങൾക്ക് സമാനമായി ആഗതമായി എന്നാണ്. അങ്ങനെ ഫമാ യുശീറു ബിയദിഹി ഇലാ നാഹിയത്തി മിനസ് സഹാബ് ഇല്ലം ഫറജത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാർമേഘത്തിന് നേരെ കൈ ചൂണ്ടിയപ്പോൾ പർവ്വത സമാനമായി കടന്നു വന്ന കാർമേഘങ്ങൾ അത് പലയിടത്ത് ചിതറി അങ്ങനെ മഴയായി പെയ്തു എന്നുള്ളത് വായിക്കുന്നു നമ്മൾ. ഗൈം എന്ന പ്രയോഗം കാർമേഘത്തിന് വന്നത് അതുപോലെ ഹദീസിൽ കാണാം. അബു അൽ മലീഹ് പറയുകയാണ്, ബുറൈദ ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഞങ്ങളൊരു യുദ്ധത്തിലായിരിക്കെ അന്ന് ആ യുദ്ധ ദിവസം ഫീ യൗമി ഗൈമിൻ, ഗൈമിൻ്റെ ദിവസമായിരുന്നു എന്നാണ്. കാർമേഘം തിങ്ങി നിന്ന ദിവസം. അപ്പം അദ്ദേഹം ബക്കിറു ബി സലാത്തിൽ അസർ നിസ്കാരം വേഗത്തിലാക്കാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു, മൻ തറക സലാത്തൽ അസ്രി മുതഅമ്മിദൻ അഹ്ബതല്ലാഹു അമലഹു. അസർ നിസ്കാരം ബോധപൂർവം ഉപേക്ഷിക്കുന്നവൻ്റെ കർമ്മങ്ങളെല്ലാം അള്ളാഹു നിഷ്ഫലമാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗൈമിനാൽ നമുക്ക് അസർ നിസ്കാരം പാഴാക്കാൻ പാടുള്ളതല്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം പെട്ടെന്ന് നിസ്കരിക്കാൻ കൽപ്പിക്കുകയുണ്ടായി എന്നാണ്. ഗൈം എന്ന് കാർമേഘങ്ങൾക്ക് പറയും. കാർമേഘം സൂര്യപ്രകാശത്തെ, സൂര്യൻ്റെ ചൂടിനെ മൂടുകയും സൂര്യൻ്റെ ചലനത്തെ മറക്കുകയും ചെയ്യുന്ന പ്രത്യേകതയുള്ളതിനാലാണ് ആ പേര് കാർമേഘത്തിന് പറയപ്പെട്ടുള്ളത്. ഇതുപോലെ അനാനസമ എന്ന് കാർമേഘത്തിന് തിരുമൊഴികളിൽ കാണാം. ഖുദ്സിയായ ഒരു ഹദീസിൽ പറഞ്ഞില്ലേ, യബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനാനസമ, മനുഷ്യ നിന്റെ തെറ്റുകൾ കാർമേഘത്തോളം എത്തിയാലും സുമ്മസ്തഗ്ഫർതനി, പിന്നെ നീ എന്നോട് പൊറുക്കലിനെ തേടിയാൽ ഗഫർതു ലക വല ഉബാലി, ഞാൻ നിനക്ക് പൊറുത്തു തരും, ഞാൻ അത് പ്രശ്നമാക്കുകയില്ല എന്ന്. ഇവിടെ അനാനസമയിലേക്ക് നിന്റെ കുറ്റങ്ങൾ എത്തിയാലും എന്ന് പറഞ്ഞാൽ കാർമേഘത്തോളം നിന്റെ കുറ്റം എത്തിയാലും എന്നാണ് അത് അർത്ഥമാക്കുന്നത്. കാർമേഘത്തിൻ്റെ പ്രത്യേകതകളെ പരിഗണിച്ച് ഇതുപോലത്തെ പ്രയോഗങ്ങൾ, പേരുകൾ പലത് നമ്മൾ പ്രമാണവചനങ്ങളിൽ വായിക്കുന്നു. കാർമേഘങ്ങൾക്കുള്ള പേരുകൾ അറബിയിൽ അതിൻ്റെ പ്രത്യേകത പരിഗണിച്ച് പലതാണ്. പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പ്രത്യേകം രചനകൾ തന്നെ നടത്തിയിട്ടുണ്ട്. ഹദീസിൽ ഒരു സംഭവം അതിവിടെ ഏറ്റവും ശ്രദ്ധേയമാണ്. കാർമേഘത്തിൻ്റെ പേര് വിശുദ്ധ ഖുർആനിലും അതുപോലെ തിരുമൊഴിയിലും വന്നത് അവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയവുമാണ്. ആരിദ് എന്ന് വിശുദ്ധ ഖുർആനിൽ കാർമേഘത്തിന് പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അത് എടുത്തുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅ സഹാബൻ മുഖ്ബിലൻ മിൻ ഉഫഖി മിനൽ ആഫാഖ് ഫിസ്സമാ, ആകാശത്തിലെ ഏതെങ്കിലും ചക്രവാള ഭാഗത്ത് നിന്ന് ഒരു കാർമേഘം വരുന്നത് കണ്ടാൽ അഖ്ബല വ അദ്ബറ വ ദഖല വ ഖറജ വ തഗയ്യറ വജ്ഹുഹു വ തറക മാ ഹുവ ഫീഹി മിനൽ അമൽ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് പോകും, പിന്നോട്ടായും, വീട്ടിലേക്ക് പ്രവേശിക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങും, അവിടുത്തെ മുഖം മാറും. ഏതൊരു കർമ്മമാണോ ചെയ്തിരുന്നത് ആ കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മതിയാക്കും. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുദൂതരോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നന്നാസ ഇദാ റഅഉൽ ഗൈമ ഫരിഹു, തിരുദൂതരെ ആളുകൾ ഗൈമിനെ കണ്ടാൽ അഥവാ കാർമേഘത്തെ കണ്ടാൽ സന്തോഷിക്കും. റജാ യകൂന ഫീഹിൽ മതർ, ആ കാർമേഘത്തിൽ മഴയുണ്ടാകുമല്ലോ എന്ന പ്രതീക്ഷയിൽ. വഅറാക ഇദാ റഅയ്തഹു ഉരിഫ ഫീ വജ്ഹികൽ കറാഹിയ, അങ്ങ് കാർമേഘത്തെ കണ്ടാൽ താങ്കളുടെ മുഖത്ത് അനിഷ്ടം അറിയപ്പെടുന്നു. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു, യാ ആയിഷ മാ യുഅമ്മിനുനി അൻ യകൂന ഫീഹി അദാബുൻ, ആ കാർമേഘത്തിൽ ശിക്ഷയുണ്ടാകുക എന്ന വിഷയത്തിൽ എനിക്ക് നിർഭയത്വം തരുന്നത് എന്താണ്? ലഅല്ലഹു കമാ ഖാല ഖൗമു ആദിൻ, ഒരുവേള ആ കാർമേഘം ആദ് ജനത പറഞ്ഞതുപോലെ ആയേക്കാം. എന്താണ് അവർ പറഞ്ഞത്? ഫലമ്മാ റഅൗഹു ആരിദൻ മുസ്തഖ്ബില ഔദിയതിഹിം,
ആദ് ഗോത്രത്തിലെ അവരുടെ താഴ്വാരങ്ങൾക്ക് നേരെ ഒരു കാർമുകിൽ വരുന്നത് അവർ കണ്ടപ്പോൾ എന്താ അവർ പറഞ്ഞത്? ഖാലു, അവർ പറഞ്ഞത് ഹാദാ ആരിദും മുംതിറുന, നമുക്ക് മഴയായി പെയ്യുന്ന കാർമേഘമാകുന്നു ഇത് എന്നാണ്. ബൽഹുവ മസ്തഅജൽതും ബിഹ്, ആ കാർമേഘം മഴയായിരുന്നില്ല, പ്രത്യുത ആദ് ഗോത്രം ധൃതി കാണിച്ച ശിക്ഷയായിരുന്നു. റീഹും ഫീഹാ അദാബുൻ അലീം, നോവേറ്റുന്ന ശിക്ഷയുള്ള കാറ്റായിരുന്നു ആ കാർമേഘം എന്നതാണ്. എന്നിട്ട് തിരുനബി പറഞ്ഞു, ഇന്നി ഖശീതു അൻ യകൂന അദാബൻ സുല്ലിത അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളുടെ മേൽ ആധിപത്യമരുളപ്പെട്ട ശിക്ഷയാകുമോ എന്ന് ഞാൻ ഭയന്നു എന്നാണ്. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ ഈ ഒരു സംഭവം സഹാബ്, ഗൈമ്, ആരിദ് എന്നീ പേരുകളെ കാർമേഘത്തിന് വന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. കാർമേഘം കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാർമേഘം മഴയെ കൊണ്ടുവരുന്നതാണ് എന്നത് കാർമേഘത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. പക്ഷേ കാർമേഘം മഴ മാത്രമല്ല കൊണ്ടുവരിക കാർമേഘത്തിൻ്റെ പ്രത്യേകത, അതിലുള്ള ദൃഷ്ടാന്തം അത് മറ്റു പലതുമുണ്ട് എന്നതും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു.